സോ അഗെയിൻ ഇന്നും ഒരു ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബജാജിൽ. 50 ക്വാണ്ടിറ്റി നമ്മൾ ഷോർട്ട് ചെയ്തു. നമ്മൾ ഷോർട്ട് ചെയ്ത ലെവല് 5615 ഓക്കെ. 5615 നമ്മൾ ഷോർട്ട് ചെയ്തത്. 5615 ഓക്കെ. ഈ ഒരു ലെവലിലാണ് ഷോർട്ട് ചെയ്തത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 55 മേലാണ്. ഓക്കെ. 39 പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ്. എഗെയിൻസ്റ്റ് ടാർഗറ്റ് നമുക്ക് 80 പോയിൻറ്റ്സ് നോക്കാം. 1:2 തൊട്ട് മേലെ. ഓക്കെ. 1:2 ആണ് നമ്മുടെ ടാർഗറ്റ്. ഇപ്പോൾ ഏതാണ്ട് 400 രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഓക്കെ. നമ്മൾ എൻ്റെ എടുത്ത റീസൺ ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ കാണാം. ഓക്കെ. ഈ ഒരു ബ്രേക്ക് ഡൗണിലാണ് ഷോർട്ട് ചെയ്തത്. നോർമലി ഞാൻ ബ്രേക്ക് ഡൗണിന് മുന്നേ ഷോർട്ട് ചെയ്യുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ബ്രേക്ക് ഡൗൺ വന്നിട്ടാണ് ഞാൻ ഷോർട്ട് ചെയ്ത കാര്യം. ആ ഒരു സ്ട്രാറ്റജി ഇവിടെ വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് ഈ ബ്രേക്ക് ഡൗൺ വരുമെന്ന് കൺഫേംഡ് അല്ലായിരുന്നു. സോ ആ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയ മീറ്റ് ആവണം. അപ്പോൾ ഇന്നലത്തെ പോലെ നല്ലൊരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഡൗൺ സൈഡ് തന്നെയാണ് ഇന്നും പ്രോബബിലിറ്റി കൂടുതൽ. ഓക്കെ. അപ്പോൾ സെയിം സെറ്റപ്പാണ് നിങ്ങളിവിടെ കാണുന്നത്. നമ്മുടെ ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോമാണ്. പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നമുക്ക് എന്തായാലും ഈ ട്രേഡ് എങ്ങനെ പോകും നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഞാൻ ഇൻഡിക്കേറ്ററൊന്നും വെച്ചിട്ടല്ല ട്രേഡ് ചെയ്യുന്നത്. സോ ഞാൻ എൻ്റെ അനാലിസിസ് ഞാൻ വ്യക്തമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പ്ലസ് കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഷെയർ ചെയ്യാത്തത്. അത് പ്രോബബ്ലി ഞാൻ വരുന്ന വീക്സിൽ ഒരു സാറ്റർഡേ പ്രൈസ് ആക്ഷൻ മാസ്റ്ററി എന്ന് പറയുന്ന ക്ലാസ്സിൽ ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ 600-700 രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. അപ്പോൾ എന്തായാലും നോക്കാം ഈ ഒരു ട്രേഡ് എങ്ങനെ പോകുമെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി. പക്ഷേ അതിന് മുന്നേ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് പോയി. നമുക്ക് 2097 രൂപ ലോസ് വന്നിട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു ട്രേഡ്, ഇതൊരു ട്രാപ്പായിരുന്നു. ആദ്യം ഒരു ട്രാപ്പായി, പിന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, പിന്നെ ഒരു നല്ലൊരു സ്റ്റീപ്പ് ഫോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്രേക്ക് ഔട്ട് വാലിഡ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കുന്നുണ്ട്. ഈ ഒരു ഹൈ എടുത്തിട്ടാണ് ഒരു ബ്രേക്ക് ഔട്ട് വന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ഒരു സെല്ല് ചെയ്തത്. പക്ഷേ അത് വീണ്ടും ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിരുന്നു. ഞാനിത് എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇവിടുത്തെ സ്റ്റോപ്പ് ലോസസും ഹിറ്റായ ഒരു മൂവ്മെൻ്റ് ആണിത്. എന്നിട്ട് വീണ്ടും കയറിപ്പോയി ആ ഒരു ഹൈ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്ന ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസും ഹണ്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഒരു റിയൽ മൂവ്മെൻറ്റ് തന്നിട്ടുള്ളത്. സോ ഞാൻ ഇത്രയും ഒരു ട്രാപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ലോസാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് 2000 രൂപ മാത്രമേ ലോസ് വന്നിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു ട്രേഡ് ഇങ്ങനെ അവസാനിച്ചു. അപ്പോൾ ഞാൻ എൻട്രി എടുക്കാനുള്ള റീസൺസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾറെഡി ട്രെൻഡ് ഡൗൺ സൈഡാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ തന്നെയാണ് മൂവ് ചെയ്തത്. നല്ല മൂവ്മെൻറ്റ് കിട്ടിയതാണ്. നമ്മുടെ ടാർഗറ്റ്, പ്ലാൻ ചെയ്ത ടാർഗറ്റും ഹിറ്റായിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ് ആയിരുന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടാണ് ടാർഗറ്റിലോട്ട് പോയത്. സോ എൻട്രി എടുക്കാനുള്ള റീസൺസ് എന്ന് പറയുന്നത് ഈ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻ്റ് ഉണ്ട്. ഈ ഒരു ഹൈ തൊട്ട് ഞാൻ എൻട്രി എടുത്ത സമയത്ത് ലോ വരെ നോക്കുവാണെങ്കിൽ കറക്റ്റ് 0.2 റീട്രേസ് ചെയ്തത്. അപ്പോൾ ഇതൊരു വാലിഡ് റീട്രേസ്മെൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ഫോൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ തിരിച്ച് കയറി പോയിട്ട് 0.382 0.5 എന്ന് പറയുന്ന ലെവൽസിൻ്റെ അവിടം വരെ റീട്രേസ് ചെയ്തു. ഓക്കെ. അപ്പോൾ അത് അൺഫോർച്ചുനേറ്റ് ആയിരുന്നു. അതും ഒരു ഹെൽത്തി റീട്രേസ്മെൻ്റ് ആണ്. പക്ഷേ ഞാൻ അതൊരു ആ ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്തില്ല. കാര്യം ഇവിടെ ഓൾറെഡി ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ നടന്നിട്ടുണ്ട്. ഒരു റീട്രേസ്മെൻറ്റ് വന്നിട്ട് ഒരു ഫോളാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ എന്തായാലും നമ്മൾ റോങ് ആയിരുന്നു. എന്തായാലും നമ്മൾ ലോസ് അക്സെപ്റ്റ് ചെയ്തു. ഹാപ്പി ലോസ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു മൂവ്മെൻറ്റ് ക്ലിയർ ആയിട്ട് ഞാൻ പ്രതീക്ഷയാണ്. എന്നാൽ കൂടി ഞാൻ ഓവർ ട്രേഡ് ഒന്നും ചെയ്തിട്ടില്ല. ഒറ്റൊരു ട്രേഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ അതും നല്ലൊരു പോസിറ്റീവ് സൈനാണ്. എൻ്റെ ഈ ട്രേഡിംഗ് ജേർണി വെച്ച് നോക്കാൻ നേരത്തെ ഡിസിപ്ലിനാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഡിസിപ്ലിൻ നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്തു. എന്തായാലും നമ്മൾ മിനിമം ലോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. 2000 രൂപ മാത്രമേ ലോസ് ഈ ഒരു ട്രേഡിൽ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.